ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ക്രിസ്റ്റലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ UGC നെറ്റിന്റെ ഈ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ, അതായത് ഡിസംബർ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഒക്കെ ആയിട്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അവർക്ക് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ടൈമിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ മാത്തിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുക, ബേസിക് ടു തൊട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എല്ലാവരും ഇക്വേഷൻ അനുസരിച്ചാണ് ഫോക്കസ് ചെയ്യുക. അതിന് പകരമായിട്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം. ദെൻ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അവർക്ക് കറന്റ് അഫയേഴ്സ് അവർക്ക് വരുന്നുണ്ട്, ICT-ലൊക്കെ വരുന്നുണ്ട്, പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റിൽ വരുന്നുണ്ട്. അപ്പോൾ കറന്റ് അഫയേഴ്സ് എനിക്ക് തോന്നുന്നു നെറ്റ് സ്റ്റുഡൻസിനെ റിലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് പഠിക്കാൻ. നോർമൽ അവർക്ക് എല്ലാം പഠിക്കണമെന്നില്ല. ഇപ്പൊ കറന്റ്ലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് പഠിക്കണമെന്നില്ല. അവർക്ക് സ്പെഷ്യലി നോക്കുവാണെങ്കിൽ അവർക്ക് ക്ലൈമറ്റ് ചേഞ്ചിങ് എന്തെങ്കിലും വരുവാണെങ്കിൽ, ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ അത് അവർക്ക് ഫോക്കസ് ചെയ്യണം. ദെൻ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ അതും അവർക്ക് ഫോക്കസ് ചെയ്യണം. ദെൻ അവർക്ക് നോക്കേണ്ടതാണ് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട്, ഇൻഫർമേഷൻ ആൻഡ് IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം അവർക്ക് കറന്റ് അഫയേഴ്സിൽ ഫോക്കസ് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള 2-3 കറന്റ് അഫയേഴ്സ് അതിന്റെ ഡീറ്റെയിലിംഗും ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. കാരണം എന്താണ് ചോദിക്കുക എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത എന്തെങ്കിലും ഏരിയ എന്നായിരിക്കും ചോദിക്കുന്നത്. സോ നമ്മൾ കൂടുതൽ നീട്ടുന്നില്ല, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേട്ടോ. ഫസ്റ്റില് വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ കാര്യം, ഇൻ വിച്ച് മെട്രോപൊളിറ്റൻ റീജിയൻ ഡസ് നീതി ആയോഗ് പർപ്പസ് ടു ഡെവലപ്പ് എഡ്യൂസിറ്റീസ് ടു എൻഹാൻസ് ഹയർ എഡ്യൂക്കേഷൻ. ഇത് പറഞ്ഞാല് ഉന്നത വിദ്യാഭ്യാസം വർദ്ധിക്കുന്നതിനായി എഡ്യൂസിറ്റികൾ വികസിപ്പിക്കാൻ നീതി ആയോഗ് നിർദ്ദേശിക്കുന്നത് ഏത് മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഉന്നത വിദ്യാഭ്യാസം എന്ന് ഉദ്ദേശിക്കുന്ന ഹയർ എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒക്കെ ഈ എഡ്യൂസിറ്റികളിലൊക്കെ ആയിട്ട് വർദ്ധിപ്പിക്കാൻ ആരെയായിട്ടാണ് നീതി ആയോഗ്, അതായത് ആരായിട്ടെന്നല്ല, ഏത് സിറ്റി, മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് നീതി ആയോഗ് നിർദ്ദേശിച്ചത് ചോദിച്ചത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: മുംബൈ, പൂനെ, ബാംഗ്ലൂർ, ഡൽഹി. നമുക്ക് ആൻസറിലോട്ട് നോക്കാം. ആൻസറിലോട്ട് നോക്കാം. ആൻസർ പറയുന്നത് മുംബൈ ആണ്. മുംബൈ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. മുംബൈ മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് നീതി ആയോഗ് ഈ ഒരു എഡ്യൂസിറ്റികൾ വർദ്ധിപ്പിക്കാൻ കരുതിയിട്ടുള്ളത്. സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡിങ് ആയിട്ടൊന്ന് നോക്കാം. നീതി ആയോഗ് ഹാസ് പ്രപ്പോസ്ഡ് ടു ഡെവലപ്പ് ഓഫ് എഡ്യൂസിറ്റി ഇൻ ദ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ടു എൻഹാൻസ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ബൂസ്റ്റ് ഇറ്റ്സ് സ്റ്റാറ്റസ് ആസ് എ ലീഡിംഗ് എഡ്യൂക്കേഷൻ ഹബ്. ഇതിൽ ഇത്രയേ പറയുന്നുള്ളൂ. നമ്മുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനും ഒരു പ്രമുഖ വിദ്യാഭ്യാസ കേന്ദ്രമെന്ന പദവി ഉയർത്തുന്നതിനുമായി മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ, അതായത് MMR, മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ എന്ന് പറഞ്ഞാല് MMR മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ എഡ്യൂസിറ്റികൾ വികസിപ്പിക്കാനാണ് നീതി ആയോഗ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് എവിടത്തെയാണ്, മുംബൈയിലുള്ള എഡ്യൂസിറ്റീസ് വർദ്ധിപ്പിക്കാനാണ് നീതി ആയോഗ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഹാൻസ് അല്ലെങ്കിൽ ടു ബൂസ്റ്റ് അപ്പ് അവർ ഹയർ എഡ്യൂക്കേഷൻ, ടു എൻഹാൻസ് ഹയർ എഡ്യൂക്കേഷൻ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഈ എഡ്യൂസിറ്റികൾ നിർദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. This initiative aims to stimulate job creation through improved infrastructure and connectivity. ഇതെന്താ വെച്ചാല് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു സംരംഭം തുടങ്ങിയതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന സൗകര്യം, കണക്ടിവിറ്റി വഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ്. നമ്മുടെ അടിസ്ഥാന സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ടിവിറ്റി വഴി നമ്മുടെ തൊഴിലവസരങ്ങൾ, ജോബ് ക്രിയേഷൻ, തൊഴിലവസരങ്ങൾ
അതൊന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംരംഭം എയിം ഇട്ടിട്ടുള്ളത്, ടു ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. Then the proposed EduCities will integrate college, universities, housing and recreational facilities spanning 100 hectares. ഇതെന്ന് പറഞ്ഞാൽ 100 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന, അതായത് 100 ഹെക്ടേഴ്സിൽ വ്യാപിച്ചു കിടക്കുന്ന കോളേജുകൾ, സർവകലാശാലകൾ, പാർപ്പിടം, വിനോദ സൗകര്യം എന്നിവ സംയോജിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട എഡ്യൂസിറ്റികൾ. അപ്പൊ നമ്മൾ എഡ്യൂസിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ എഡ്യൂസിറ്റി എത്ര അളവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആവുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിക്കണം. ഇപ്പൊ 100 ഹെക്ടറിലാണ് അത്, അതിനകത്ത് വരുന്ന കോളേജ് ഇൻക്ലൂഡ് ആണ്, യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡ് ആണ്, അത് ഹൗസിംഗ് മീൻസ് പാർപ്പിടം ഇൻക്ലൂഡ് ആണ്, റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ഇൻക്ലൂഡ്, അതായത് വിനോദസഞ്ചാരമാണ് ഉദ്ദേശിച്ചത്. അത് ഈ 100 ഹെക്ടറിനകത്ത് വരുന്ന ഇവരൊക്കെ എഡ്യൂസിറ്റിയുടെ ഭാഗം തന്നെയാണ്. ദെൻ അടുത്തത്, നീതി ആയോഗ് seek to capitalize on Mumbai status as a financial capital, leveraging its IT and data hub and the thriving industries belt between Mumbai and Pune to drive education and economic growth. ഇത് ഇത്രയേ ഉള്ളൂ. മുംബൈ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സാമ്പത്തിക തലസ്ഥാനമാണ്. ഇത് എക്കണോമിക്കൽ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മുംബൈ എന്ന് പറയുമ്പോൾ ദ ക്യാപിറ്റലൈസേഷൻ ഓഫ് എക്കണോമിക് നമ്മൾ പറയില്ലേ. സാമ്പത്തിക തലസ്ഥാനം തന്നെയാണ് മുംബൈ. കാരണം നമ്മുടെ RBIയുടെ തലസ്ഥാനം എവിടെ, മെയിൻ ഹെഡ് എവിടെയെന്ന് ചോദിച്ചാൽ മുംബൈയാണ്. ഒരുവിധ എല്ലാത്തിന്റെയും ഹെഡ് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മുംബൈ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ എന്ന് പറയുന്നത്. സോ ഇവര് ഈ ഒരു നീതി ആയോഗ് ഇങ്ങനെ ഈ ഒരു കാര്യം കൊണ്ടുവരുന്നതിന് പിന്നില് വേറൊരു കാര്യം വെച്ചാല്, അവിടെയുള്ള IT, ഡാറ്റ ഹബ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടണം. ഉള്ളതിൽ നിന്ന് ഒന്ന് മെച്ചപ്പെടണം. ദെൻ നമ്മുടെ ഈ ഒരു മുംബൈ ടു പൂന, മുംബൈ പൂനെയും തമ്മിലുള്ള അവരുടെ വ്യവസായിക മേഖലയില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി മെച്ചപ്പെടുക. അവരിപ്പം ഒരു നല്ല റിലേഷൻ ആണെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ടുവരുന്നതിലൂടെ അവരുടെ റിലേഷൻഷിപ്പ് ഒന്നും കൂടി വർദ്ധിക്കണം. അതും കൂടി ഇതിന് മുന്നിലുള്ള ഒരു ലക്ഷ്യമാണ്. ദെൻ നമ്മൾ അതിന്റെ കൂടെ തന്നെ വിദ്യാഭ്യാസത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും, എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്തിനും കൂടെ വഴിയൊരുക്കാനാണ് നീതി ആയോഗ് ഇങ്ങനെ ഒരു എഡ്യൂസിറ്റീസ് മുംബൈയില് കൊണ്ടുവരാനുള്ള കാരണം. സോ ഇത് നിങ്ങള് ഇതിലെ എല്ലാ പോയിന്റ്സും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഉന്നത വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുന്നതിനായി എഡ്യൂസിറ്റികൾ വികസിപ്പിക്കാൻ നീതി ആയോഗ് സെലക്ട് ചെയ്തിട്ടുള്ള മെട്രോപൊളിറ്റിക്കൻ സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ ആണ്. മുംബൈ എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ എപ്പോഴും സാമ്പത്തിക തലസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ്. സോ അവിടെ തന്നെ നമുക്ക് അവിടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് IT, ഡാറ്റ ഹബ്, അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ഇതൊക്കെ ഒന്നും കൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് അവിടെ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു എഡ്യൂസിറ്റിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചോദിച്ചാൽ, ഈ 100 ഹെക്ടറിന് ഉള്ളിലുള്ള കോളേജ്, യൂണിവേഴ്സിറ്റീസ്, ഹൗസിംഗ്, അതുപോലെ വിനോദസഞ്ചാരങ്ങൾ, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ഇവര് ഇതെന്തുകൊണ്ട് എന്തിനാണ് എയിം വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, കണക്ടിവിറ്റി, അതിലൂടെ നമ്മുടെ ജോബ്, അതായത് ജോബ് കാര്യങ്ങളൊക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ്, തൊഴിലവസരങ്ങളൊക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ്, അത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇവരിത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് നോക്കാം. സെക്കൻഡ് എന്ന് പറയുന്നത്, which institute collaborated with SWEEP to introduce the 3D printed dummy. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് 3D print dummy ballot unit, 3D print dummy ballot unit അവതരിപ്പിക്കാൻ സ്വീപ്പുമായി സഹകരിച്ച് പ്രവർത്തിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ എന്നാ ചോദിച്ചിട്ടുള്ളത്. സ്വീപ്പിന്റെ ഫുള്ള് നമ്മൾ അറിഞ്ഞിരിക്കണം. സിസ്റ്റമാറ്റിക്
systematic waters, education, and electoral participation cell. അപ്പൊ സ്വീപ്പിന്റെ ഫുള്ള് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടോറൽ പാർട്ടിസിപ്പേഷൻ സെല്ല് എന്നാണ്. അപ്പൊ ഈ സ്വീപ്പുമായി ഇങ്ങനെ ഒരു ഡമ്മി ബാലറ്റ് യൂണിറ്റ് കൊളാബറേറ്റ് ചെയ്തത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട് IIT ഡൽഹി, IIT ഗുവാഹട്ടി, IIT ബോംബെ ആൻഡ് IIT മദ്രാസ്. ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടില് ഏതോ ഒന്നാണ് നമ്മുടെ സ്വീപ്പുമായിട്ട് കൊളാബറേറ്റ് ചെയ്തത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ആൻസറിങ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളോട്ട് നോക്കാം. IIT ഗുവാഹട്ടി ആണ് നമ്മുടെ സ്വീപ്പുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. സോ ദ 3D printed dummy badge unit introduced through a collaboration between the systematic voters education and electronic participation. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഫുൾ ഫോം ആണ് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക്കൽ പാർട്ടിസിപ്പേഷൻ സെല്ല് ഓഫ് കാംരൂപ് ഇലക്ഷൻ ഡിസ്ട്രിക്ട്. ഇത്രയേ ഉള്ളൂ. കാംരൂപ് ഇലക്ഷൻ ഡിസ്ട്രിക്റ്റിലെ സിസ്റ്റമാറ്റിക് അതായത് സ്വീപ്പ് IIT ഗുവാഹട്ടിയും തമ്മിലുള്ള സഹകരണത്തിലൂടെയാണ് ഈ 3D പ്രിന്റഡ് ഡമ്മി ബാലറ്റ് യൂണിറ്റ് വന്നിട്ടുള്ളത്. അവർ തമ്മിലുള്ള സഹകരണത്തിലൂടെ അവർ അവതരിപ്പിച്ചിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ 3D പ്രിന്റഡ് ഡമ്മി ബാലറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത് നോക്കാം. This innovative initiative aims to educate citizens about the voting process and boost confidence and enhance democratic participation by providing a practical voting experience. ഇത് ഇവര് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഈ മുതിർന്ന പൗരന്മാര്, അതായത് പൗരന്മാര് വോട്ടിംഗ് പ്രക്രിയയിലൂടെ പൗരന്മാര് ഇപ്പൊ വളർന്നു വരുന്ന ജനറേഷൻ എന്ന് പറയാം, അവർക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു അറിവ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പൗരന്മാർക്ക് ബോധവൽക്കരിക്കാം. എന്താണ് ബോധവൽക്കരിക്കാൻ? അവരുടെ ഒരു ആത്മവിശ്വാസം, ബൂസ്റ്റ് കോൺഫിഡൻസ്, അവരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം. ദെൻ പ്രായോഗിക വോട്ടിംഗ് അനുഭവം നൽകിക്കൊണ്ട് തന്നെയാണ് അവർക്ക് ജനാധിപത്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തെ. അതായത് ജസ്റ്റ് ഒരു ഡെമോ എന്നുള്ള രൂപത്തേൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവർക്ക് എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്? അവരൊരു കോൺഫിഡൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. 2, അവർക്കൊരു ബോധവൽക്കരിക്കുകയാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധവൽക്കരണം കൂടി കൊണ്ടുവരികയാണ്. ദെൻ നമ്മൾ എന്താണ് അടുത്ത് കൊണ്ടുവരുന്നത്? ജനാധിപത്യ പങ്കാളിത്തം കൂടിയാണ് കൊണ്ടുവരുന്നത്. അവരുടെ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ആണ് കൊണ്ടുവരുന്നത്. അവർക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടിയാണ് ഇതിലൂടെ അവർക്ക് കൊടുക്കുന്നത്. സോ നമ്മള് എന്താണ് 3D പ്രിന്റഡ് ഡമ്മി ബാലറ്റ് യൂണിറ്റ് സ്വീപ്പുമായി പ്രവർത്തിച്ചു വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് IIT ഗുവാഹട്ടിയാണ്. അവര് ഇത് അതായത് കാംരൂപ് ഇലക്ഷൻ ഡിസ്ട്രിക്റ്റിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഏത് ഡിസ്ട്രിക്റ്റ് ആണ് നമ്മോട് ചോദിക്കും ചിലപ്പോ. അപ്പോ കാംരൂപ് ഇലക്ഷൻ ഡിസ്ട്രിക്റ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അത് ഇവർ കൊണ്ടുവരാനുള്ള അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പൗരന്മാരിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ്, അതായത് ബോധവൽക്കരണം കൊണ്ടുവരിക എന്നുള്ളതാണ്. ദെൻ അവരുടെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ദെൻ നമ്മുടെ ഒരു പങ്കാളിത്തം, ജനാധിപത്യത്തിലുള്ള അവരുടെ ഒരു പങ്കാളിത്തം കൂടി അവർക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അതൊരു വോട്ടിംഗ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ വേണം. ചെറിയ ചെറിയ പോയിന്റ്സേ ഉള്ളൂ. അപ്പൊ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ തന്നെ വരണം കേട്ടോ. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ജസ്റ്റ് എ മിനിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which institution partnered with program Northeast under the STEM program? ഇത് ഇത്രയേ ഉള്ളൂ. STEM പ്രോഗ്രാമിന് കീഴില് വടക്ക് കിഴക്കൻ മേഖലയിൽ ഒരു സംരംഭകത്വ പരിപാടി ആരംഭിക്കാൻ സിഡ്ബിയുമായി സഹകരിച്ച് പ്രവർത്തിച്ച സ്ഥാപനം ഏതാണെന്നാ ചോദിച്ചത്.
സിദ്ബി നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ചെറുകിട സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്ന ബാങ്കാണ് സിദ്ബി എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇങ്ങനത്തെ ഈ ചെറുകിട സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വടക്ക് കിഴക്കൻ പറഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളില് അവരുമായിട്ട് സഹകരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. IIM അഹമ്മദാബാദ് ഉണ്ട്, IIM ബാംഗ്ലൂർ ഉണ്ട്, IIM ഷില്ലോങ് ഉണ്ട്, IIM കൽക്കട്ട. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഓപ്ഷൻസ് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. കാരണം ഇതിൽ നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ. അപ്പൊ നോർത്ത് ഈസ്റ്റ് ആവുമ്പോ അത് ഇതിൽ ഏതൊക്കെയാണ് നോർത്ത് ഈസ്റ്റ് വരാത്തത് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തുകൂടെ. അപ്പോ അങ്ങനെ ക്വസ്റ്റ്യന് നമ്മൾ എപ്പോഴും കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാട്ടോ. നമുക്ക് ഇത് ആൻസറിലോട്ട് കടക്കാം. ആൻസർ പറയുമ്പോൾ IIM ഷില്ലോങ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ IIM ഷില്ലോങ് ഹാസ് പാർട്ട്നേർഡ് വിത്ത് ദ സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മീൻസ് സിഡ്ബി ടു പ്രൊമോട്ട് എന്റർപ്രണർഷിപ്പ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് ത്രൂ ദ STEM പ്രോഗ്രാം. അതായത് STEM പ്രോഗ്രാമിലൂടെ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ മേഖല സംരംഭത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് IIM ഷില്ലോങ് ചെറുകിട അതായത് സിഡ്ബിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചത്. ഈ IIM ഷില്ലോങ് എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു ഏരിയയിലുള്ള സ്മോൾ ഇൻഡസ്ട്രീസ് അവരുടെ ഒരു എന്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് പാർട്ട്നേർഡായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അപ്പോ ഫസ്റ്റ് വരുന്നത് ദിസ് 18-month ഇനിഷ്യേറ്റീവ് വിൽ ഓഫർ ഇൻ ട്രെയിനിങ്. 18 മാസം ഇതിനൊരു ട്രെയിനിങ് ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ നമുക്കൊരു മെന്റർഷിപ്പ് കിട്ടും. ദെൻ ഇൻക്യുബേഷൻ സപ്പോർട്ട് എമർജിംഗ് എന്റർപ്രണേഴ്സ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ ഈ മേഖലയിലെ നൂതനമായിട്ടുള്ള ബിസിനസ് എന്തൊക്കെയാണ്, ഈ മേഖലയിൽ വരുന്ന ബിസിനസ് കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കുക. ആ ഇൻക്യുബേഷൻ ആയിട്ടുള്ള പിന്തുണ അവർക്ക് നൽകുന്നുണ്ട്, മെന്റർഷിപ്പ് നൽകുന്നുണ്ട്, ഇതിൽ 18 മാസത്തെ ഒരു ട്രെയിനിങ്ങും നൽകുന്നുണ്ട്. ദെൻ അടുത്തതെന്നുള്ളത് aiming to foster sustainable initiative business in the region. അപ്പോ ഇത് അവിടെ ഉള്ള ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് എയിം വെച്ചിട്ടുള്ളത്. IIM ഷില്ലോങ് ഫൗണ്ടേഷൻ ഫോർ, അതായത് ഈ ഒരു IIMSFIE അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ദ ഫൗണ്ടേഷൻ ഫോർ ഇൻക്യുബേഷൻ ആൻഡ് എന്റർപ്രൈസ് എന്നാണ്. ഇവരാണ് ഇതിന്റെ ഒരു മേൽനോട്ടം വഹിച്ചിട്ടുള്ളത്. ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളത്, ഇവരാണ് ഇതിന്റെ മേൽനോട്ടം വഹിച്ചിട്ടുള്ളത്. ദെൻ അടുത്ത എന്താ, റീഎൻഫോഴ്സിംഗ് IIM ഷില്ലോങ് കമ്മിറ്റഡ് ടു റീജിയണൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് സപ്പോർട്ട്. ഇതായത് പ്രാദേശിക വികസനത്തിന് സംരംഭക പിന്തുണക്കുമുള്ള IIM ഷില്ലോങ്ങിന്റെ ഒരു അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. കമ്മിറ്റ്മെന്റ് ആണ്, ശക്തിപ്പെടുത്തുക എന്ന് പറയില്ല, നമ്മളൊരു കാര്യത്തോട് കൂടിയിട്ട് അവര് ഇതിലോട്ട് അവർക്ക് സപ്പോർട്ട് സഹകരിച്ചിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്ന അവിടെയുള്ള ഒരു എന്റർപ്രണർഷിപ്പ് ഒന്നും കൂടി ബെറ്റർ ആവാൻ, അവരുടെ ഏരിയയിൽ എന്തിന കാര്യത്തിനാണോ അവര് ബൂസ്റ്റപ്പ് ചെയ്യുന്നത് അത് ഒന്ന് എൻകറേജ് ചെയ്യാനും അതിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു IIM ഷില്ലോങ് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയേ ഉള്ളൂ കറണ്ട് അഫയേഴ്സ്. ഇതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എന്താണെന്ന് കൂടി പഠിച്ചു വെക്കുക. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് വരുന്ന ഏരിയാസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വരുവാണെങ്കിൽ അത് നിങ്ങൾ നോക്കാം. അതുപോലെ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ നോക്കണം. അതുപോലെ എഡ്യൂക്കേഷനായിട്ട് പുതിയ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ നോക്കാം കേട്ടോ. സോ ഈ 3 പോയിന്റും ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കാതിരിക്കരുത്. നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്.